ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇക്കിഗായുടെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. ഹിയർ പർപ്പസ് ഈസ് കിങ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ എപ്പോഴും അത് ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട ജോലി ആയിരിക്കണം. ഏത് ജോലി ചെയ്താലും വി ഹാവ് ടു ലവ് ഇറ്റ്, വി ഹാവ് ടു ഫൈൻഡ് സം പർപ്പസ് ഇൻ ഇറ്റ്. ആൻഡ് സെക്കൻഡ്ലി, ഇൻവെസ്റ്റ് ഇൻ വാട്ട് വി ഡു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ കംപ്ലീറ്റഡ് ആയിട്ട് ഇൻവെസ്റ്റഡ് ആയിരിക്കണം. ഈവൻ ചെറിയ കാര്യമായാലും വലിയ കാര്യമാണ്. ജപ്പാനിലെ പീപ്പിൾസ് ദേ ആർ കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റഡ്. അവർ ചെയ്യുന്ന ജോലിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താണ് ജപ്പാനിലെ പീപ്പിൾസ് വർക്ക് ചെയ്യുന്നത്. അത് ഈവൻ ചെറിയ ക്ലീനിങ് ജോലി തൊട്ട് വലിയ ജോലിയിൽ വരെ അവർ ജോലിയിലാണ് സംതൃപ്തി കണ്ടെത്തുന്നത്. വി ആൾ നോ ദാറ്റ് ജപ്പാനിലെ ആളുകളാണ് ഭയങ്കര നല്ല ഹാർഡ് വർക്കായിട്ടുള്ള ആളുകളാണ് ജപ്പാനിലെ പീപ്പിൾസ്. സോ they are very involved. As we said, Japan people, they are very invested in their work. There is paint job or everything. എന്ത് വർക്കായാലും അവർ അതിൽ ഇൻവെസ്റ്റഡ് ആണ്, 100% ഇൻവെസ്റ്റഡ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ജോലിയിൽ കറക്റ്റും പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. സ്റ്റീവ് ജോബ്സ് 1980s when he started his office, his plans, his factories ആദ്യം ബിൽഡ് ചെയ്ത് ജപ്പാനിൽ പോയിട്ട് അവിടെ ഉള്ള എക്സിബിഷൻസ് ഒക്കെ മീറ്റ് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഒരു പോർസലൈൻ പാത്രങ്ങൾ ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു എക്സിബിഷനിൽ അയാൾ പങ്കെടുക്കുകയുണ്ടായി, സ്റ്റീവ് ജോബ്സ്. അപ്പോൾ അവിടെ വെച്ച് അവരുടെ ആ പോർസലൈൻ ഉണ്ടാക്കുന്ന മെത്തേഡ് ഒക്കെ സ്റ്റീവ് ജോബ്സിന് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അത് കണ്ടിട്ട് പോർസലൈൻ ഉണ്ടാക്കുന്ന ആ വ്യക്തിയെ അയാൾ മീറ്റ് ചെയ്തു. ഷക്കുനാഗ എന്ന പേരുള്ള അയാളുടെ സ്പെസിഫിക് ടെക്നിക്ക് സ്റ്റീവ് ജോബ്സിന് ഭയങ്കര ഇഷ്ടമായി. പിന്നീട് സ്റ്റീവ് ജോബ്സ് അയാളുടെ അടുത്ത് ഈ ടെക്നിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അയാളുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഈ ഷക്കുനാഗ എന്ന് പറയുന്ന ആൾ അയാളുടെ ആ ടെക്നിക്കിനെ കുറിച്ച് സ്റ്റീവ് ജോബ്സിൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. ആ ടെക്നിക്കിന്റെ പേര് ടോയാമോ എന്നാണ്. ഇത് മൗണ്ടൻസ്, മലനിരകളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത പ്രത്യേകതരം ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക മെത്തേഡിൽ ഉണ്ടാക്കുന്നതാണ്. എന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന ആ ഒരു ചെറിയൊരു കാര്യം പോലും അവരൊരു ആർട്ട് പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതൊരു മാനുഫാക്ചറിങ് മെത്തേഡ് ആണെങ്കിൽ പോലും അവരതിൽ കംപ്ലീറ്റ് ആയിട്ട് ഇൻവെസ്റ്റഡ് ആണ്. അവരുടെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് അവരുടെ വർക്കിൽ ഭയങ്കര ഇൻവോൾവ്ഡ് ആണ്. ഈവൻ അവിടുത്തെ ഒരു മാളിൽ എലവേറ്റർ ഉണ്ടായിരുന്നു. മോട്ടോറൈസ്ഡ് എലിവേറ്റർ വന്ന സമയത്ത് പോലും അവിടുത്തെ വർക്കേഴ്സിനെ അവർ മാറ്റിയില്ല. വർക്കേഴ്സിന് അവരുടെ ചെറിയ ചെറിയ മൈക്രോ ടാസ്കുകളിൽ ഒരു പ്രത്യേകതയുണ്ട്. ഒരാൾ അവിടെ മാളിലോട്ട് വരുന്ന സമയത്ത് അവരെ നോക്കി വിഷ് ചെയ്യുന്നു, തലകുനിച്ച് വിഷ് ചെയ്യുന്ന ഒരു പ്രത്യേക തരം രീതിയാണ് ജപ്പാൻകാരുടെ. ആ ഒരു ഫ്ലോ അവരുടെ ചെറിയ വർക്കുകളിൽ പോലും ഉണ്ട്. തലകുനിച്ച് വിഷ് ചെയ്യുന്നു, എന്നിട്ട് അവരെ നോക്കി ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ സ്മൈൽ എന്ന കാര്യത്തിന് വളരെയധികം പവറുണ്ട്. നമുക്കും അത് ഗുണം ചെയ്യും, ബാക്കിയുള്ളവർക്കും ഒരു പോസിറ്റീവ് എനർജി വരുത്താൻ ഈ സ്മൈൽ കൊണ്ട് പറ്റുന്നു. അങ്ങനെ ചെറിയ ചെറിയ മൈക്രോ കാര്യങ്ങളിൽ പോലും അവർ ഭയങ്കര ഇൻവോൾവ്ഡ് ആണ് അവരുടെ മൈൻഡ്. അതുപോലെ തന്നെ അവരുടെ സിംപ്ലിസിറ്റിയും ആൻഡ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ. അവരുടെ സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ലേസി സിംപ്ലിസിറ്റി അല്ല, സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർ നോക്കിയും കണ്ടുമാണ് ചെയ്യുന്നത്. സോ ജപ്പാൻ പീപ്പിൾ ആർ വെരി സിമ്പിൾ ആൻഡ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആണ്. അവർ ചെറിയ ചെറിയ കാര്യത്തിലും വരെ നല്ല പെർഫെക്ഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഈ ജപ്പാൻകാരെന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ലൈഫിനെ ബോർഡമിലേക്ക് കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചെറിയ ചെറിയ മൈക്രോ ടാസ്കുകളാണ്. എന്ന് വെച്ചാൽ നമ്മൾ പതിവായി ചെയ്യുന്ന കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ടാസ്കുകൾ. അതായത് പാത്രം കഴുകുക, അതുമുതൽ തുണി അലക്കുക, എല്ലാ കാര്യങ്ങളും അതിൽ വരും. ദീസ് ആർ കോൾഡ് mundane tasks. We can find involvement, we can find ഒരു ഫ്ലോ ഇൻ ദിസ് ടാസ്കുകൾ. ഈ ടാസ്കുകളിൽ ഫ്ലോ കണ്ടെത്തുന്ന ആള് ദിനം പ്രതിയായിട്ടുള്ള ലൈഫിനെ വളരെ എൻജോയ് ചെയ്യാൻ പറ്റും അയാൾക്ക്. അതുപോലെ തന്നെ അത് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. കുക്കിംഗ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ
മാരേജ് കഴിഞ്ഞിട്ട് അതൊരു കടമയായിട്ട് മാറുമ്പോൾ അത് ഒരു ഇഷ്ടമില്ലാത്ത കാര്യമായി മാറുന്നു. അതായത് വേറൊരാൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുമ്പോൾ അത് വേറെ ഒരാൾക്ക് വേണ്ടി അതൊരു കടമയായിട്ട് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സോ ദീസ് ടാസ്ക്സ് ആർ മ്യൂണ്ടൈൻ ടാസ്ക്സ്, ബട്ട് വെൻ അവരുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടി, അവരുടെ ഒരു സ്വന്തം സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് അവർക്ക് നല്ല ഗുണം ചെയ്യുന്നു. പക്ഷെ ഒരു കടമയായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് അത് അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം അതുപോലെ പല CEO ബിൽ ഗേറ്റ്സ് അടക്കം അവരുടെ ദിനംപ്രതി ഡിഷ് വാഷ് ചെയ്യുന്നതും ഇതും എല്ലാം അവരെ റിലാക്സ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളായിട്ടാണ് അവർ കാണുന്നത്. മോസ്റ്റ് ഓഫ് ദ ഹൗസസിൽ അങ്ങനെയല്ല, ഒരാൾ മാത്രം കിടന്ന് പണിയെടുക്കേണ്ട അവസ്ഥയാണ് പല വീടുകളിലും. മെയിൻലി നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ റൈസ്, ഇതൊക്കെയാണ് ഇതുപോലുള്ള മ്യൂണ്ടൈൻ ടാസ്ക്സിനെ കൂടുതൽ കോംപ്ലക്സ് ആക്കുന്നത്. നമ്മുടെ ഭക്ഷണ രീതികൾ മാറിയാൽ തന്നെ നമുക്കിതിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നതായിരുന്നു. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് മൈക്രോഫ്ലോ. ചെറിയ ചെറിയ ഫ്ലോകൾ പോലും എൻജോയ് ചെയ്ത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ളത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ വരുന്ന വേറൊരു തോട്ടാണ് ആൽഫ ആൻഡ് തീറ്റ ബ്രെയിൻ വേവ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴും അങ്ങനെ എന്തെങ്കിലും ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ബോഡി അനങ്ങിയിട്ടുള്ള ടാസ്ക് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആൽഫ ആൻഡ് തീറ്റ വേവ്സ് ജനറേറ്റ് ആവും. ഇത് നമ്മുടെ കോൺഫിഡൻസിനെയും എല്ലാത്തിനെയും ഇംപ്രൂവ് ചെയ്യുന്ന വേവ്സ് ആണ്. സോ നമ്മുടെ പർപ്പസിലോട്ട് എത്താൻ നമുക്ക് വളരെയധികം കോൺഫിഡൻസ് ആവശ്യമാണ്. ഈവൻ വി ആൾ നോ വി ആർ ലിവിങ് ഇൻ എ മെട്രിക്സ്. സോ മെട്രിക്സിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ബാക്കിയുള്ള ആളുകൾ നമ്മുടെ മെട്രിക്സിന് പുറത്തു വരാൻ നമ്മുടെ പാഷൻ അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്. ഇഫ് യു ആർ എൻജോയിങ് യുവർ ജോബ്, മെട്രിക്സ് ഇസ് നോട്ട് ഓൾ അബൌട്ട് ബിക്കമിങ് എ മില്യനെയർ അല്ലെങ്കിൽ ബില്യനെയർ ആവുക എന്നുള്ളതല്ല മെട്രിക്സ് എന്ന് പുറത്തു വരിക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് യു ആർ നോട്ട്, നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു ജോലിയാണ് നിങ്ങൾ 9 to 5 ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് യു ആർ ഓൾറെഡി ഇൻ മെട്രിക്സ്. സോ ഇഫ് യു ആർ ലവിങ് യുവർ ജോബ്, നിങ്ങളുടെ ജോലി തീർത്തും ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നതെങ്കിൽ യു ആർ ഓൾറെഡി ഔട്ട് ഓഫ് ദ മെട്രിക്സ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഫിനാൻഷ്യൽ വെയിറ്റ് വെച്ചിട്ടല്ലാതെ മെട്രിക്സിൻ്റെ വെളിയിലാണോ പുറത്തുവന്ന് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ പീസ്, എൻജോയ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ യു ആർ ഓൾറെഡി ഔട്ട് ഓഫ് ദ മെട്രിക്സ്. So alpha and theta waves are generated when you do things like exercise and things that make you happy. അതുപോലെ സോ പർപ്പസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഹോളിവുഡിലെ ഒരു മൂവി എനിക്ക് വളരെയധികം അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിവുഡ് മൂവിയായ ദ ബുക്ക് ഓഫ് എലൈ, ഡെൻസൽ വാഷിങ്ടൺ അവതരിപ്പിച്ച ബുക്ക് ഓഫ് എലൈ എന്ന ഒരു ഹോളിവുഡ് മൂവിയുണ്ട്. അതിൽ പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് ഇവന്റ് നടന്നു കഴിഞ്ഞാൽ, അതായത് ഒരു ന്യൂക്ലിയർ ബ്ലാസ്റ്റ് നടന്നു കഴിഞ്ഞിട്ട് ഭൂമി മുഴുവനും ഡ്രൈ ആവുന്നു, വെള്ളം ഇല്ലാതാവുന്നു. ആ സമയത്ത് ബുക്കുകൾ അതുപോലുള്ള പഴയ ഇൻഫർമേഷൻ തരുന്ന സാധനങ്ങൾ ഡിസപ്പിയർ ആകുന്നു, പലതും ചുട്ടരിക്കപ്പെടുന്നു. അതിൽ ബുക്ക് ഓഫ് എല എന്ന് പറയുന്നത് ഒരു ബൈബിളാണ്. ഡെൻസൽ വാഷിങ്ടൺ അവതരിപ്പിക്കുന്ന എല എന്ന ക്യാരക്ടറിൻ്റെ കയ്യിൽ ഈ ബൈബിളുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും വായിക്കാൻ ആ സമയങ്ങളിൽ അവർക്ക് പറ്റാതെ വന്നു. പലരും വിദ്യാഭ്യാസമില്ലാത്തവരാണ്. അതിൽ കുറച്ച് പേർ, വയസ്സായ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ വിദ്യാഭ്യാസമുള്ളവർ. അതിൽ ഒരു ഗ്യാങ് മെമ്പറുണ്ട്, ഒരു ടൗണിൻ്റെ ലാൻഡ് ലോഡ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾക്ക് വായിക്കാൻ അറിയാം. അയാൾ ഈ ബുക്ക് തേടി നടക്കുകയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യരെ കൺട്രോൾ ചെയ്യാനും ഒരു പവർഫുൾ ആയിട്ടുള്ള ആളാവാനും സാധിക്കുമെന്ന് അയാൾ കരുതുന്നു. ദിസ് ഈസ് ബേസിക്കലി an ordinary ബൈബിളാണ് ഇത്, ഈ ബുക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഈ ബുക്ക് എലയുടെ കയ്യിലുണ്ട്. ഈ ബുക്ക് നോർത്തിലുള്ള പ്രസ്സിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അവിടെ കൊണ്ടുകഴിഞ്ഞാൽ ഇതിന് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കാൻ അയാൾക്ക് സാധിക്കും. അപ്പോൾ അതായിരുന്നു അവിടുത്തെ അയാളുടെ പർപ്പസ്. വഴിയിൽ വളരെയധികം തടസ്സങ്ങൾ നേരിട്ടു. പല ആളുകളും അയാളെ കൊല്ലാൻ ശ്രമിച്ചു. ഈവൻ ദിസ് ലാൻഡ് ലോഡ് പോലും അയാളെ സ്വന്തം ടൗണിൽ പാർപ്പിച്ചിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ആ ബുക്ക് തട്ടിപ്പറിക്കാൻ നോക്കുന്നു, അയാളെ കൊല്ലാൻ നോക്കുന്നു. പിന്നീട് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നു. അവിടെ ലാൻഡ് ലോഡിൻ്റെ മകൾ അയാളെ സഹായിക്കുന്നു. ആ സഹായത്തോടെയാണ് അയാൾ രക്ഷപ്പെടുന്നത്. എന്നിട്ടും അയാൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വരുന്നു. ഈ ലാൻഡ് ലോഡ് അയാളെ കൊല്ലാൻ വരെ ശ്രമിക്കുന്നു. ഒരു വെടിയുണ്ട കൊണ്ടുവന്നു. പക്ഷെ അയാളുടെ പർപ്പസ്,
അതായത് ഈ ബുക്ക് അവിടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണം എന്നുള്ള അയാളുടെ പർപ്പസ് അയാളെ മുമ്പോട്ട് നയിക്കുന്നു. അയാൾ മുമ്പോട്ട് ചെന്നെത്തുന്നു. ലാൻഡ് ലോർഡിന്റെ കയ്യിൽ ഈ ബുക്ക് കിട്ടുന്നു, പക്ഷെ അയാൾക്കത് വായിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഈ ബുക്ക് അന്ധന്മാർക്ക് വായിക്കാനുള്ള, കൈ കൊണ്ട് തൊട്ട് വായിക്കാൻ പറ്റുന്ന ടൈപ്പ് ബുക്കാണ്. അതുകൊണ്ട് അയാൾക്കത് വായിക്കാൻ സാധിച്ചില്ല. അയാൾക്ക് ഈ ബുക്കിനകത്ത് എന്താണുള്ളതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. പക്ഷെ എലയ്ക്ക് ഇത് ഇങ്ങനെ വായിക്കാനുള്ള കഴിവുണ്ട്. അയാൾ ഇതെല്ലാം പഠിച്ചെടുത്തു. എന്നിട്ട് നേരെ ഒരു വെടിയുണ്ട കൊണ്ടിട്ട് അതും കൊണ്ട് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് അയാൾ ഈ പ്രസ്സിലെത്തുന്നു. അയാളുടെ മെമ്മറിയിലുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞ് ആ ബുക്ക് പിന്നെ റീപ്രിന്റ് ചെയ്യുന്നു. അതായത് ബൈബിൾ പിന്നെ റീപ്രിന്റ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ പവർ ഓഫ് പർപ്പസ്. നമ്മുടെ കയ്യിലൊരു പർപ്പസ് ഉണ്ടെങ്കിൽ എന്ത് തടസ്സങ്ങളും നമുക്ക് നേരിട്ടാൽ നമ്മൾ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. സോ ഗായ്സ്, പർപ്പസ് ഈസ് എവറിഥിങ്.